പ്രതീക്ഷ എന്ന് പറയുന്ന തമിഴ് സിനിമയിലും അതുപോലെ തന്നെ കർണാടക സിനിമയിലും തെലുങ്ക് സിനിമയിൻ്റെ അകത്തും വളരെയധികം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന പ്രതീക്ഷ എന്ന് പറയുന്ന ആക്ടറിനെ കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്ന ക്രൈം കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വർഷം 2002 ഫെബ്രുവരി മാസം 23 പ്രതീക്ഷ വൈകുന്നേരം 4 മണിക്കാണെങ്കിൽ വീട്ടിൽ നിന്നും ബ്യൂട്ടി പാർലറിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കസിനെയും കൂട്ടിയും കൊണ്ട് തന്നെ അമ്മയുടെ പക്കൽ പറഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്നും പുറപ്പെടുകയും ചെയ്തു. വീട്ടിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം 7 മണിയായതിനു ശേഷം വീട്ടിലോട്ട് ഇവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് പ്രതീക്ഷയുടെ അമ്മയായിട്ടുള്ള സരോജക്കാണെങ്കിൽ ഒരു അനോണിമസ് കോൾ വരികയാണ്. നിങ്ങളെ മകളെ ഹോസ്പിറ്റലിൻ്റെ അകത്താണ് ക്രിട്ടിക്കൽ സിറ്റുവേഷനായി അഡ്മിറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ആ മൊബൈലിൻ്റെ അകത്തുനിന്ന് വിളിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ഈ സ്ത്രീയാണ് ഇതൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് പിന്നീട് ഈ സ്ത്രീ ആണെങ്കിൽ ലാൻഡ് ഫോണിൽ നിന്ന് ഈ മകളുടെ മൊബൈൽ നമ്പറിലോട്ട് മാറി മാറി വിളിക്കുകയാണ്. മാറി മാറി വിളിച്ചപ്പോൾ മൊബൈൽ ഫോണാണ് സ്വിച്ച്ഡ് ഓഫ് എന്നാണ് പറയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണെങ്കിൽ ഈ സ്ത്രീക്ക് പിന്നീട് ഒരു അനോണിമസ് കോൾ വരികയും ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളെ മകളാണ് ഈ ഹോസ്പിറ്റലിനകത്താണ് അഡ്മിറ്റാണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ഈ അമ്മയാണ് ആ സ്ഥലത്തോട്ട് പോയി അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇവളാണ് വിഷം കഴിച്ചിട്ടുണ്ട് എന്ന്. അതിനെപ്പറ്റിയുള്ള അന്വേഷണം കാര്യങ്ങൾ ഈ സ്ത്രീ നടത്തി നോക്കുമ്പോഴാണ് ഇവളെ കാമുകനായിട്ടുള്ള സിദ്ധാർത്ഥും അതേ ഹോസ്പിറ്റലിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ട് തന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ സ്ത്രീക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇവർ രണ്ടുപേർക്കും വിവാഹം കഴിപ്പിക്കാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ ഇത്തരത്തിൽ തന്നെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നോക്കിയതായിരുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. മറിച്ച് പ്രതീക്ഷയാണെങ്കിൽ കോമ സിറ്റുവേഷനിലോട്ട് ആവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് ആണെങ്കിൽ ഇവളെ ഓർണമെന്റ്സ് എല്ലാം കൊണ്ടുപോയിട്ട് ഈ അമ്മയുടെ പക്കൽ കൊടുക്കുകയാണ്. അതിനുശേഷം അമ്മയോട് പറയുകയാണ് ഇവക്ക് മാറ്റാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുതരാമോ എന്ന്. അങ്ങനെ എനിക്ക് ഈ അമ്മയാണ് വീട്ടിലോട്ട് പോവുകയും ചെയ്തു. അതിനുശേഷമാണെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് ഹോസ്പിറ്റലിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സരോജ എന്ന് പറയുന്ന പ്രതീക്ഷയുടെ അമ്മയാണെങ്കിലോ ഇവളെ ഡ്രസ്സും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് പ്രതീക്ഷയെ കാണാൻ പറ്റുമോ എന്ന് നേഴ്സിന്റെ പക്കൽ ചോദിച്ചപ്പോൾ മറിച്ച് ഈ സ്ത്രീയുടെ പക്കൽ നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാണാൻ പറ്റില്ല എന്നായിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഈ ഡ്രസ്സും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ഏതാനും മണിക്കൂറുകൾ മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീട് അങ്ങനെ ഇരിക്കെ പിന്നീടാണ് നഴ്സുമാരും ഡോക്ടർമാരും ഈ അമ്മയുടെ പക്കൽ വന്നതിന് ശേഷം പറയുകയാണ് നിങ്ങളെ മകളായിട്ടുള്ള പ്രതീക്ഷ മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഇവളെ ശരീരമാണ് ഓട്ടോപ്സിക്ക് ആക്കുകയും ചെയ്തു. പിന്നീട് അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഇവളെ കാമുകനായിട്ടുള്ള സിദ്ധാർത്ഥ ആണെങ്കിൽ പിന്നീട് കോമ സിറ്റുവേഷൻ്റെ അടുത്ത് പുറത്തു വന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു പിന്നീട് പുറത്തോട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പോലീസുകാരാണ് പിന്നീട് പോയതിനു ശേഷം ഇവരെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വിവാഹത്തിനാണെങ്കിൽ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കും ഞാൻ ഇവള് ബ്യൂട്ടി പാർലറിൻ്റെ അകത്ത് പോയിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നീടാണ് ആ സ്ഥലത്ത് പോയതിനു ശേഷം ഞാൻ അവളെ കാണുകയും ചെയ്തു. അങ്ങനെ ഇരിക്കും ഞങ്ങൾ രണ്ടുപേരും പിന്നീടാണ് പുറത്തോട്ട് പോവുകയാണ്. അതിനു മുമ്പേ ഞങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യണമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഇവളെ കൂട്ടുന്നതിനെക്കാട്ടി മുമ്പേ തന്നെ ഒരു കൊക്കക്കോളയും വിഷത്തിന്റെ ബോട്ടിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനാണെങ്കിൽ ഈ വിഷമാണ് കൊക്കക്കോളിൻ്റെ അകത്ത് മിക്സും കാര്യങ്ങളും ചെയ്യും. പിന്നീടാണ് ഇവക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് ഇവൾ ഇത്തരത്തിൽ തന്നെ ഈ വിഷം കുടിച്ചതിന് ശേഷം ഇവൾ മരണപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ വിഷം കുടിക്കുകയാണ്. പിന്നീടാണ് എനിക്ക് ജീവിക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തോന്നുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഞാനാണ് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലോട്ട് വരികയാണ് ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണെങ്കിൽ ഇവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആത്മഹത്യാ പ്രേരണം, കൊലപാതക കുറ്റം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയാണ്. മറിച്ചാണ് ഇവൻക്കെതിരാണ് നല്ല രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് കോടതി ഇവൻക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നത് 7 വർഷം ശിക്ഷയായിരുന്നു വിധിച്ചിട്ടുണ്ടായിരുന്നത്. ഇവളെ അമ്മയാണെങ്കിൽ അതൊന്നും പോരാ, ജീവപര്യന്തം ശിക്ഷ വിധിക്കണമെന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഈ ശിക്ഷാ കാലാവധിയും കാര്യങ്ങളും പിന്നീടാണ് കോടതി വെട്ടിക്കുറയും. പിന്നീട് 4 വർഷം ശിക്ഷയും കാര്യങ്ങളുമായിരുന്നു പിന്നീടാണ് ഇവൻക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഈ അമ്മക്ക് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും ഈ അമ്മക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ അമ്മ പറയുകയാണ് ഈ കേസിൻ്റെ അകത്ത് കൃത്രിമം നടന്നിട്ടുണ്ട്, CBI കേസ് അന്വേഷിക്കണമെന്ന്. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് CBIയുടെ പക്കൽ ഈ കേസും കാര്യങ്ങളും കൊടുക്കുകയാണ്. അതായത് ഈ CBIക്ക് കേസും കാര്യങ്ങളും കൊടുക്കാണ്ടായ കാരണം ഈ സ്ത്രീ പറയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇവളെ ഓട്ടോപ്സി റിപ്പോർട്ടിനകത്താണ് ഇവളെ കഴുത്തിൻ്റെ അകത്ത് ഇടത്തെ കൈകൊണ്ട് പിടിച്ചമർത്തിയ രീതിയിലുള്ള പാടും കാര്യങ്ങളും ഉണ്ട്. അതുമാത്രമല്ല ഇവളെ ശരീരത്തിൻ്റെ അകത്താണെങ്കിൽ ഒന്നിലധികം പുരുഷന്മാരുടെ സ്പേമും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ സ്ത്രീക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മീഡിയയുടെ പക്കൽ പറയുകയാണ്. പ്രതീക്ഷക്കാണ് നല്ല രീതിയിൽ തന്നെ പിന്നീട് സിനിമകൾ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ തന്നെ ചെറിയൊരു ആക്ടർ എന്ന രീതിയിലായിരുന്നു പ്രതീക്ഷ സിനിമകളിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് തമിഴിലെ സിനിമയിലും അതുപോലെ തന്നെ പിന്നീട് തെലുങ്കിലും കന്നഡയിലും നല്ല രീതിയിൽ തന്നെ ഇവളെ ആക്റ്റീവും കാര്യങ്ങളുമായിരുന്നു. അങ്ങനെ ഇരിക്കും ഇവർക്ക് ബാംഗ്ലൂരിൻ്റെ നല്ല രീതിയിലുള്ള ഒരു സിനിമയും കാര്യങ്ങളും ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. അതിനുവേണ്ടി പോകാൻ വേണ്ടിയായിരുന്നു ഇവൾ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇവനുമായിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇവനിക്കാണ് വളരെ ഈഗോ അടിക്കുകയും ചെയ്തു. പിന്നീട് ഇവൻ്റെ സുഹൃത്തുക്കൾ പറയുകയാണ് സിനിമയ്ക്ക്
ചാൻസ് കിട്ടണമെങ്കിൽ കിടന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ചാൻസും കാര്യങ്ങളും കിട്ടുള്ളൂ, നിന്റെ പ്രത്യക്ഷ അത്തരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് പിന്നീടാണ് പ്രത്യക്ഷയെ കൊലപാതകം ചെയ്യാൻ വേണ്ടി ഇവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ 23-ാം തീയതിയാണ് ഇവൾ ബ്യൂട്ടി പാർലർ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അന്നേ സ്ഥലത്തോട്ട് ഇവൻ കാറെടുത്ത് വരികയും കസിനെയാണ് ഈ ബ്യൂട്ടി പാർലറിൽ തന്നെ നിർത്തിയതിനു ശേഷം ഇവർ രണ്ടുപേരും കറങ്ങാൻ വേണ്ടി പുറത്തോട്ട് പോവുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും പുറത്തോട്ട് പോയതിനു ശേഷം ഇവൻ്റെ സുഹൃത്തുക്കളായ 5 സുഹൃത്തുക്കളും പിന്നീടാണ് വഴിയിൽ നിന്ന് വണ്ടിയിലോട്ട് കയറുകയും ചെയ്തു. ഇത് ഇവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ പിന്നീടാണ് വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥിന്റെ ഗസ്റ്റ് ഹൗസിലെത്തുകയാണ്. അതിനുശേഷം പിന്നീടാണ് ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ഇവളെ വലിച്ചഴിക്കുകയും പിന്നീടാണ് ബ്രൂട്ടലായി റേപ്പ് ചെയ്യുകയും പിന്നീട് ഇവളെ വായിലോട്ട് വിഷം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഡ്രസ്സും കാര്യങ്ങളും ഇടുകയും പിന്നീട് ഇവളെ മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇവളെ ബോഡിയാണ് എടുത്ത് വണ്ടിയിലോട്ട് കയറ്റുകയും പിന്നീടാണ് ഇവന്റെ വായിൻ്റെ അകത്താണ് വിഷത്തിന്റെ 2-3 ഡ്രോപ്പ് ഇട്ടിച്ചതിന് ശേഷം നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റും കാര്യങ്ങളും ആകുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറിച്ചാണ് സിദ്ധാർത്ഥിനാണെങ്കിൽ കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത് 40,000 രൂപ ഫൈനായിരുന്നു. പിന്നീട് ഇവനെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ അമ്മയാണ് ഈ കേസിന്റെ വൈത്തല ധാരാളം നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ അമേരിക്കയിൽ പഠിച്ചത് കൊണ്ട് തന്നെ പിന്നീടാണ് 2009 ഒക്ടോബർ മാസത്തിലാണ് തിരിച്ച് ഇവൻ അമേരിക്കയിലോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ അവിടെ തന്നെയാണ് ഇവൻ സെറ്റിലായി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.